നമസ്കാരം. ഇലക്ട്രിക് കാറിൻ്റെ വിപണി അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ സെയിൽസ് ചാർട്ട് താഴത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കെതിരെ അല്ലെങ്കിൽ അതിനനുകൂലിച്ച് കൊണ്ടൊക്കെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമല്ല, ഇലക്ട്രിക് കാറിൻ്റെ സെയിൽ കുറയുന്നില്ല, കൂടുന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ശരിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതാണ്. ഒരു ഇലക്ട്രിക് കാറിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റോ അതല്ല ഒരു ഇവൻ്റ് വെച്ചിട്ട് ആ കാറിൻ്റെ സ്പെസിഫിക്കേഷൻ പുകഴ്ത്തുന്നതോ അല്ല. യഥാർത്ഥ കസ്റ്റമർ വാഹനം വാങ്ങിച്ച് ഒരു 6 മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാൻ കഴിയും ഈ വാഹനത്തിന് എന്തൊക്കെ പ്രശ്നമുണ്ട്, ഇത് തലവേദനയാണോ അല്ലെങ്കിൽ മനസമാധാനമാണോ എന്നുള്ളത്. ഇലക്ട്രിക് കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി മൊത്തമായിട്ട് പോകത്തില്ല, ബാറ്ററിയുടെ കുറേ സെല്ലുകൾ മാത്രമേ പോവുകയുള്ളൂ, ആ സെല്ല് മാറി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളതാണ്. നിങ്ങൾ ഒരു സൈഡിൽ നിന്നും സെല്ല് മാറി വയ്ക്കുമ്പോൾ അടുത്ത സൈഡിലെ സെല്ലിന് പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. തീർച്ചയാണ് അത് ഒരു കാലഘട്ടം കഴിയുമ്പോഴാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബാറ്ററി എന്ന് പറയുന്ന സംഭവം എങ്ങനെ നോക്കിയാലും അതിനൊരു ഒരു കാലാവധി ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമുക്കൊരു 350 കിലോമീറ്റർ റേഞ്ചുള്ളൊരു കാറാണെന്നുണ്ടെങ്കിൽ അത് ഓടുന്നതനുസരിച്ച് ഈ 350 എന്നും കിട്ടണമെന്നില്ല. ആ 350 320 ആകും, പിന്നെ പെട്ടെന്ന് സഡനായിട്ട് 280 ആകും, 250 ആകും. അപ്പോൾ നമ്മൾ ചിന്തിക്കും 14 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച കാറിൽ ഇപ്പോൾ 280 ആണല്ലോ കിട്ടുന്നത്. ഈ 280 എന്ന് പറയുന്ന ചാർജും വിശ്വസിച്ച് നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? നമുക്കൊരിക്കലും പറ്റത്തില്ല. കാരണം ചിലപ്പോൾ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് കുറയും. അതായത് നിർത്തിയിട്ട വാഹനത്തിൻ്റെ ചാർജ് പെട്ടെന്ന് കുറയുന്ന പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് ബഗ്സ് ഇലക്ട്രിക് കാറുകളിൽ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റേഞ്ച് ആങ്സൈറ്റി ഇല്ല എന്ന് നമ്മൾ എത്ര പറഞ്ഞാലും ഒരു ഇലക്ട്രിക് കാറിനുള്ളിലിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു റേഞ്ച് ആങ്സൈറ്റി ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്. ഇപ്പോൾ ഒരു കയറ്റം കാണുകയാണ്, ദൈവം ഈ കയറ്റം കയറി കഴിയുമ്പോഴത്തേക്കും ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ബാറ്ററിയുടെ ചാർജ് കുറയുമോ, ഇറക്കം വരുമ്പോഴത്തേക്കും ചാർജ് കയറുന്നുണ്ട്, ആ കയറിയ സന്തോഷത്തിൽ നോക്കുമ്പോഴത്തേക്കും ചാർജ് ഇറങ്ങുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് കാറുകൾക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇലക്ട്രിക് കാറുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ടാറ്റയുടെ വാഹനങ്ങളാണ് കൂടുതൽ. ഇപ്പോൾ പഞ്ച് EVക്ക് 1 ലക്ഷം രൂപ കട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നെക്സോൺ EVക്കും ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് സ്ലാഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ടിയാഗോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80,000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് വരുന്നുണ്ട്. കോമറ്റിനും അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട്സ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് EV എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മളെ ഗവൺമെൻറ്റും സമൂഹവും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ മാനുഫാക്ചർ ആ ഒരു ഇൻഡസ്ട്രിയും EV എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും. നമ്മളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനായ ആൾക്കാരെ കൊണ്ട് എത്തിക്കും. അവർക്ക് മറ്റൊരു ചോയ്സ് കാണില്ല. കാരണം ഈ ഒരു വാഹന നിർമ്മാണ മേഖല അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ ഇലക്ട്രിക് കാർ മാത്രമാണ് അല്ലെങ്കിൽ മാത്രം ഉണ്ടാകുന്നൊരവസ്ഥയും ഡീസൽ കാറുകൾക്കും പെട്രോൾ കാറുകൾക്കും ഇത്ര ശതമാനത്തോളം അല്ലെങ്കിൽ പൊല്യൂഷൻ വേണം അല്ലെങ്കിൽ പൊല്യൂഷൻ്റെ ഒരു മാനദണ്ഡം വരുമ്പോഴത്തേക്കും അത് മീറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മളും ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക്കിലേക്ക് പോകും. ഇലക്ട്രിക് വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു, അതിനുശേഷം എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഉപയോഗിച്ച സമയത്ത് കിട്ടുന്ന ലാഭം അവിടെ തീരുന്നു. ഈ വാഹനത്തിനൊന്നും റീസെയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എല്ലാവരും പറയും ഈ വാഹനം മേടിച്ചിട്ട് വിൽക്കുമ്പോൾ അത് വാങ്ങിക്കാനുള്ള ഒരാളുണ്ടായിരിക്കും. രണ്ടാമത് വാങ്ങുന്ന ബയർ എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററി ഹെൽത്തൊക്കെ നോക്കിയിട്ടേ വാങ്ങിക്കുകയുള്ളൂ. ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ബാറ്ററിയുടെ ഹെൽത്ത്, ഇപ്പോൾ നമ്മൾ ഐഫോണിൻ്റെയൊക്കെ ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. അതുപോലത്തെ ഒരു സിസ്റ്റമൊക്കെ തീർച്ചയായിട്ടും വരും. അപ്പോൾ ഞാൻ പൊതുവേ ഒരു കോമൺ ആയിട്ട് കാർഡടച്ച് വെടിവെക്കുക എന്നുള്ളതല്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാറ്ററി ഹെൽത്ത് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സെല്ല് മാറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ 5 സെല്ല് മാറ്റി അല്ലെങ്കിൽ ഒരു 10 സെല്ല് മാറ്റി അപ്പുറത്തെ സൈഡിലെ സെല്ലുകൾക്ക് അത് പ്രശ്നമായിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിനൊരു സൈക്കിളുണ്ട്, ബാറ്ററിക്ക് ഒരു സൈക്കിളുണ്ട്. ഇപ്പോൾ ഒരു 3000 സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 80% എന്നാൽ 100% ആകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കിൾ പോകും. ആ സമയത്ത് നിങ്ങൾ ചാർജ് ചെയ്യുന്നത് വെറും 20% ആയിരിക്കും. പക്ഷേ എന്നും നമുക്കിങ്ങനെ ഒരു അൽഗോരിതം പോലെയോ അല്ലെങ്കിൽ ഒരു ചാർട്ട് വരയ്ക്കുന്നത് പോലെയൊക്കെ ഈ വാഹനം കൊണ്ടു നടക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ പറയുന്നത് ഓൺ പേപ്പറും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ വാഹനം
കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചാർട്ട് വരച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇലക്ട്രിക് കാർ വാങ്ങുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വാഹനത്തെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ MGയുടെ വിൻസർ EV വന്നു, 9,99,000 രൂപയാണ് ആ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഇത് കേട്ടിട്ട് അങ്ങ് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഈ ഒരു വാഹനം എന്ന് പറയുന്നത് മോറിസ് ഗാരേജിൻ്റെ വാഹനമാണ്, ഒരിക്കലുമല്ല സായിക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള വൂളിംഗ് എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിയുടെ ക്ലൗഡ് EVയെ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് MG വിൻസർ എന്ന് പറയുന്ന ഒരു പേരിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് ലൈഫ് ടൈം വാറണ്ടി ബാറ്ററിക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഈ ലൈഫ് ടൈം വാറണ്ടി ബാറ്ററിക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? ബാറ്ററിക്ക് നമ്മൾ പൈസ കൊടുക്കണം. അതായത് 1 കിലോമീറ്റർ പോവുകയാണെന്നുണ്ടെങ്കിൽ 3.5 രൂപ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അതിനൊരു മിനിമം ടാർഗറ്റും വെച്ചിട്ടുണ്ട്. ഒരു 1500 കിലോമീറ്റർ മിനിമം നമ്മൾ കൊടുക്കണം. അതായത് 5250 രൂപ അപ്രോക്സിമേറ്റ്ലി. അത് ശരിയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. യഥാർത്ഥത്തിൽ 5250 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വണ്ടി ഓടിയാലും ഓടിയില്ലെന്നുണ്ടെങ്കിലും 5250 രൂപ നമ്മൾ മിനിമം കൊടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, EMI പോലെ MGയുടെ വിൻസർ EV എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5250 രൂപ നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം. ഇനി അതിന് മുകളിലേക്ക് ഓടുകയാണെന്നുണ്ടെങ്കിലും അവിടെ MGക്ക് ലാഭമാണ്. കാരണം ഓടാത്ത ഒരാൾ, ഇപ്പോൾ 500 കിലോമീറ്റർ ഓടിയ ഒരാൾ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് 500 × 3.5 ആണ്. പക്ഷേ അദ്ദേഹം കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ 1500 × 3.5 അല്ലേ, 5250 ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ്. ഇനി പല കമ്പനികളും ഇതിൻ്റെ പുറകെ പോകില്ല എന്ന് നമ്മളെങ്ങനെ അറിഞ്ഞു? ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള EV കാറുകൾ ഒക്കെ ഇത്തരത്തിലൊരു സ്ട്രാറ്റജിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ മഹീന്ദ്ര ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് മിക്കവാറും എല്ലാ വാഹന നിർമ്മാതാക്കളും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ടാറ്റ അടക്കം അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇനി അങ്ങോട്ട് പോകുന്തോറും ഒരുപാട് ഇലക്ട്രിക് കാറുകൾ വരും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഇത്തരം കാറുകളെ സെലക്ട് ചെയ്യുക. നമ്മൾ ചാടിക്കയറിയിട്ട് ഈ പറയുന്ന രീതിയിൽ ഇത്തരം വാഹനങ്ങൾ MGയുടെ വാഹനമാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ പുതിയൊരു വാഹനം വരുന്നുണ്ട്, നമ്മുടെ റിക്വയർമെൻറ്റിന് അത് മീറ്റ് ചെയ്യുമോ എന്ന് നോക്കിയിട്ട് മാത്രം അത്തരം വാഹനങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു കാര്യം ഉറപ്പായിട്ടും എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്, ഈ റേഞ്ച് കണ്ടിട്ട് ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. ഈ റേഞ്ച് എന്നും കിട്ടുമോ എന്നുള്ളൊരു കാര്യവും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കാക്കി വെക്കണം. അത് മാത്രമല്ല, ഈ റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ബാറ്ററിയൊക്കെ പോലെ തന്നെയാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. ഇപ്പോൾ ഒരു 50% കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സഡനായിട്ട് ചിലപ്പം അത് 35% മാറും. ചിലപ്പം ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആ 35 എന്ന് പറഞ്ഞത് വീണ്ടും ഒരു 50% വന്ന് അല്ലെങ്കിൽ 45 വന്നെന്നിരിക്കും. ഈ 45 ഒറ്റയടിക്ക് ചിലപ്പം 25 ആയെന്നിരിക്കും. ഇങ്ങനെയുള്ള ഫ്ലക്ച്വേഷനൊക്കെ കാലപ്പഴക്കം വരുമ്പോഴത്തേക്കും, ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഇത്തരം വാഹനങ്ങളിൽ വരും. അത് തീർച്ചയാണ്. പിന്നെ MG വിൻസറിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബെനിഫിറ്റ് എല്ലാം, അതായത് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യത്തെ കസ്റ്റമറിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. നിങ്ങൾ വേറൊരാൾക്ക് ഈ ഒരു വാഹനം വിറ്റ് കഴിഞ്ഞാൽ അതോടുകൂടി ഇത്തരം ബെനിഫിറ്റുകളെല്ലാം നിൽക്കുന്നു. വാങ്ങിച്ച കസ്റ്റമറിന് എന്താണ് ലഭിക്കുന്നത്? നോർമലായിട്ടുള്ള ഒരു വാറണ്ടി എന്നുള്ള രീതിക്ക് 1,60,000 കിലോമീറ്റർ, അതല്ലെന്നുണ്ടെങ്കിൽ 3 വർഷം, ആ ഒരു രീതിക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചാടിപ്പോയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ മുഴുവൻ കൊടുത്തൊരു വാഹനം ഒരിക്കലും എടുക്കരുത്. എടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ കൈമറിയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് എക്സ്പെഷ്യലി ഇലക്ട്രിക് കാറുകളുടെ കേസിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വ്ളോഗുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നത്. നന്ദി, നമസ്കാരം.